നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ വെറും 6 മാസം മാത്രം ബാക്കിയുള്ളപ്പോൾ ബി.ജെ.പിക്ക് കീഴടങ്ങുകയാണ് ബീഹാറിൽ നിതീഷ് കുമാർ. ബി.ജെ.പിക്ക് വേണ്ടി മന്ത്രിസഭ വികസിപ്പിക്കേണ്ടി വന്നിരിക്കുന്നു അദ്ദേഹത്തിന്. ബീഹാർ മന്ത്രിസഭാ വികസനത്തിൽ ആധിപത്യം ഉറപ്പിച്ചുകൊണ്ട് 7-ൽ 7 ബി.ജെ.പിയുടെ എം.എൽ.എമാർ മന്ത്രിമാരായതോടെ നിതീഷ് കുമാറിന്റെ ചിറകരിയാൻ തന്നെയാണ് ബി.ജെ.പിയുടെ തീരുമാനം. 7 എം.എൽ.എമാർ കൂടി മന്ത്രിമാരായതോടെ മന്ത്രിസഭയിൽ ബി.ജെ.പിയുടെ പ്രാതിനിധ്യം 21 ഉയർന്നിരിക്കുന്നു. അധികാരവും ചെങ്കോലും നഷ്ടപ്പെട്ട വെറുമൊരു മുഖ്യമന്ത്രി മാത്രമായി ബി.ജെ.പി നിതീഷ് കുമാറിനെ മൂലക്കിരുത്തിയത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ വേണം എന്നുള്ളതിന്റെ സൂചന നൽകാനാണ്. ആകെ മന്ത്രിമാരുടെ എണ്ണം ഇപ്പോൾ 36. മുഖ്യമന്ത്രി നിതീഷ് കുമാർ ഉൾപ്പെടെ മന്ത്രിസഭയിൽ ജെ.ഡി.യുവിന്റെ അംഗബലം 14 മാത്രമാണ്. ഹിന്ദുസ്ഥാനി അവാം മോർച്ചയ്ക്ക് ഒരു മന്ത്രിയുണ്ട്. സഞ്ജയ് സരോഗി, സുനിൽകുമാർ, ജിബേഷ് മിശ്ര, മോത്തിലാൽ പ്രസാദ്, കൃഷ്ണകുമാർ മണ്ഡു, രാജുകുമാർ സിംഗ്, വിജയകുമാർ മണ്ഡൽ എന്നിവരാണ് ബി.ജെ.പിയുടെ പുതിയ മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തത്. രാജ്ഭവനിൽ നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. 243 അംഗ നിയമസഭയിൽ ബി.ജെ.പിക്ക് 80, ജെ.ഡി.യുവിന് 44, ഹിന്ദുസ്ഥാനി അവാം മോർച്ചയ്ക്ക് 4 എന്നിങ്ങനെയാണ് NDA ഘടകകക്ഷികളുടെ അടക്കമുള്ള കക്ഷിനില. ബി.ജെ.പി എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായിക്കൊണ്ട് സർക്കാർ രൂപീകരിച്ച ബീഹാറിൽ നിതീഷ് കുമാർ മുഖ്യമന്ത്രിയായി നിലനിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇന്ന് നരേന്ദ്രമോദി സർക്കാർ കുറച്ചെങ്കിലും ഭയമില്ലാതെ കേന്ദ്രത്തിൽ നിലനിൽക്കുന്നത്. എന്നിട്ടും നിതീഷ് കുമാറിനെ ഇങ്ങനെ അപമാനിക്കാനും ഒന്നുമല്ലാതാക്കുകയും ചെയ്യുന്നത് എന്തോ പദ്ധതി തയ്യാറാക്കിയിട്ട് തന്നെയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നതോടെ നിതീഷ് കുമാറിന്റെ പാർട്ടി തന്നെ ഇല്ലാതാകാൻ പോകുകയാണോ എന്നതാണ് ഇപ്പോഴത്തെ സംശയം. അദ്ദേഹത്തിനുള്ള 12 MP-മാരെ മുഴുവനായും വിലക്കെടുക്കുന്ന ഒരു നീക്കമാണ് ഇപ്പോൾ ബി.ജെ.പി ആരംഭിച്ചിരിക്കുന്നത് എന്നാണ് അറിയുന്നത്. നിതീഷ് കുമാർ എന്ന ഒറ്റപ്പേരിൽ പിടിച്ചു നിൽക്കുന്ന ഒരു പാർട്ടിയിൽ അദ്ദേഹത്തെ മൂലക്കിരുത്തിയാൽ പണി കഴിഞ്ഞു. സ്വന്തം ക്യാബിനറ്റിലെ മന്ത്രിമാരെ തീരുമാനിക്കുന്നതിൽ പോലും പരാജയപ്പെട്ട ഒരാൾ ഇനി മുഖ്യമന്ത്രി അല്ല എന്ന് ജനങ്ങളെ വിശ്വസിപ്പിക്കുകയാണ് ബി.ജെ.പി ബീഹാറിൽ ചെയ്തിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നിതീഷ് കുമാർ ഇടഞ്ഞാൽ കേന്ദ്രത്തിലെ പിന്തുണ പിൻവലിക്കുമോ എന്നുള്ളതാണ് പ്രശ്നം. പക്ഷേ ബി.ജെ.പിയുടെ MP-മാരെ തന്നെ വിലക്ക് വാങ്ങാനുള്ള പദ്ധതി തയ്യാറായാൽ എന്ത് നിതീഷ് കുമാർ? അതാണ് അവസാനത്തെ മന്ത്രിസഭാ വികസനത്തിൽ നിന്ന് ബി.ജെ.പി നൽകിയിരിക്കുന്ന സൂചന.